ലോക പ്രശസ്ത ഭാഗവത ആചാര്യൻ സംഭവിച്ച സ്വാമി ഗുരു ചൈതന്യജി ഇവിടെ തന്നെ പെരുമാളിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പെരുമാൾ ശ്രീ സ്വാമിയുടെ തിരുമണ്ഡലത്തിൽ അടിസ്ഥാനത്തിൽ ഈ സമയത്ത് ഇതിൽ പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവത് നാമത്തിൽ നന്ദി സ്നേഹവും ഒരിക്കലും അർപ്പിക്കുന്നു. എല്ലാവരും ഭഗവത് നാമത്തിൽ മനസ്സിൽ ഒരുമിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുക. മനസ്സിൽ ഭക്തിയോടിക്കുന്ന മഹാത്മാവ് ആര്യ സ്വാമി ശ്രീ ചൈതന്യജിയാണ്. വർത്തമാനകാലത്ത് സനാതനവും നേരിട്ട് വെല്ലുവിളികളെ എതിർത്ത് തോൽപ്പിക്കാൻ കൈയും മെയ്യും മറന്നു പോരാടുന്ന തേരാളിയായും ഭാഗവതയിലൂടെ ഓരോ സനാതന ധർമ്മ വിശ്വാസികളെയും സമൂഹത്തിന് വേണ്ടി ചെയ്തു തീർക്കേണ്ട കർത്തവ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പോരാളിയായി ജനഹൃദയത്തിൽ നിലനിൽക്കുന്ന ബഹുമുഖ പ്രതിഭയായി വർണ്ണിക്കുന്ന വ്യക്തിയാണ് സ്വാമിജി. പൊന്നുപുരോഹിതന്റെ കടുത്ത ഭക്തനായ സ്വാമിജി മുംബൈയിൽ വേദപഠനം പൂർത്തിയാക്കിയതിനു ശേഷം ചിന്മയകൃഷിയിൽ ഏതാനും വർഷങ്ങൾ സേവനമനുഷ്ഠിച്ച് ശ്രീമദ് നാരായണ സ്വീകരണം അദ്ദേഹത്തിന് വിദേശ മനസ്സുകളിൽ ഭക്തിയോടിക്കുന്ന മഹാത്മാവ് ആര്യ സ്വാമി ശ്രീ ചൈതന്യജിയാണ്. വർത്തമാനകാലത്ത് സനാതനവും നേരിട്ട് വെല്ലുവിളികളെ എതിർത്ത് തോൽപ്പിക്കാൻ കൈയും മെയ്യും മറന്നു പോരാടുന്ന തേരാളിയായും ഭാഗവതയിലൂടെ ഓരോ സനാതന ധർമ്മ വിശ്വാസികളെയും സമൂഹത്തിന് വേണ്ടി ചെയ്തു തീർക്കേണ്ട കർത്തവ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പോരാളിയായി ജനഹൃദയത്തിൽ നിലനിൽക്കുന്ന ബഹുമുഖ പ്രതിഭയായി വർണ്ണിക്കുന്ന വ്യക്തിയാണ് സ്വാമിജി. പൊന്നുപുരോഹിതന്റെ കടുത്ത ഭക്തനായ സ്വാമിജി മുംബൈയിൽ വേദപഠനം പൂർത്തിയാക്കിയതിനു ശേഷം ചിന്മയകൃഷിയിൽ ഏതാനും വർഷങ്ങൾ സേവനമനുഷ്ഠിച്ച് ശ്രീമദ് നാരായണ സ്വീകരണം അദ്ദേഹത്തിന് ഇന്ത്യയും വിദേശ ധാരാളം
നമ്മുടെ യജ്ഞവേദിയില് ബഹുമാന്യ ക്ഷേത്രം തന്ത്രി ദീപക് ചെറുകുട്ടിയിടത്ത് ദീപക് നാരായണൻ തിരുമത്സനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ ശാസ്താക്ഷേത്രത്തിൽ ഇനി വരുന്ന 7 ദിവസങ്ങളായി നടന്നു വരുന്ന ഈ സപ്താഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വേദിയാണ് ഇത്തരം യജ്ഞങ്ങൾ. എല്ലാവരിലും ആ ദേവചൈതന്യം കുടികൊള്ളട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച സദസ്സിലെ എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. നമ്മുടെ പെരുമ്പാവൂർ ദേവസ്വത്തിൽ നടത്തുന്ന ശ്രീമദ് ഭാഗവത് മഹായജ്ഞത്തിലെ ദേവസ്വം ബോർഡിന്റെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. വളരെ അനുഗ്രഹീതമായ ഒരു സായം സന്ധ്യയിലേക്ക് നമ്മൾ കിടക്കുക. 2 ദിവസമായി ഒരാത്ത മഴയെ ഇന്ന് അയ്യപ്പസ്വാമി കരുതി എന്റെ സന്നിധിയിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്, അതുപോലെ ഇവിടെ നാരായണീയം പാരായണം ചെയ്യുമ്പോഴൊക്കെ പ്രകൃതി അനുഗ്രഹിക്കണം. അയ്യപ്പസ്വാമിയെ കാരുണ്യത്തിൽ നിന്ന് നമിച്ചുകൊണ്ട് ക്ഷേത്രോപദേശക സമിതിയുടെ ക്ഷണത്തിന് മുമ്പിൽ നമിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന ആദരണീയ തന്ത്രിഗിരി, അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡിന്റെ മാനേജർ, ഈ നാടിന്റെ സുഹൃത്തുക്കളായ നാരായണീയം കൊണ്ടു നടക്കുന്ന അമ്മമാരും അനുഗ്രഹീതരായ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കോടി 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 പ്രണാമം. ശ്രീമദ് ഭാഗവതം 5000 വർഷം പഴക്കമുള്ളൊരു കൃതി.